പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കർക്കിടക നാളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് ഈ ബലിതർപ്പണം എന്നുള്ളത്. എന്നാൽ ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് 18% സർവീസ് ടാക്സ് ഈടാക്കാനാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നീക്കം വന്നിരിക്കുന്നത്. ബലിത്തറകൾ അനുവദിക്കുന്നതിന് പൂജാരിമാരിൽ നിന്ന് GST ഈടാക്കും. പുള്ളുവൻ പാട്ടിനും GST ഈടാക്കാൻ ഉത്തരവുണ്ട്. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് സർവീസ് ടാക്സുകൾ ബാധകമല്ലെന്നിരിക്കെയാണ് ദേവസ്വത്തിൻ്റെ ഈ പുതിയ ഉത്തരവ്. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എവിടെയൊക്കെ കൊള്ളയടിക്കാം, എവിടെയൊക്കെ കൈയിട്ട് വാരാം, എങ്ങനെയൊക്കെ പണം പിടുങ്ങാം, ഇതല്ലാതെ മറ്റൊന്നും ഒരിക്കലും ചിന്തിക്കാത്തൊരു സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇപ്പോഴിതാ ഈ ഭക്തരെയും പൂജാരികളെയും ഒക്കെ കൊള്ളയടിക്കാൻ ഒരു പുതിയ മാർഗം അവർ കണ്ടെത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ. പ്രജിത്ത്, കർക്കിടക വാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് ബലിത്തറകൾ അനുവദിക്കുന്നതിനും പുള്ളുവൻ പാട്ടിനുമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും GST ഈടാക്കാൻ നീക്കം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവ് കൂടി ദേവസ്വം സെക്രട്ടറി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബലിത്തറകൾക്കും അതോടൊപ്പം തന്നെ പുള്ളുവൻ പാട്ടിനും GST ഈടാക്കണമെന്നൊരു വ്യവസ്ഥയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, കർക്കിടക വാവ് വ്യാപകമായി ഹൈന്ദവർ ആചരിച്ചു വരുന്നതാണ്. ആ വാവ് ബലിതർപ്പണത്തിന് നിരവധി പൂജാരിമാർ, കർമ്മികന്മാർ എല്ലാവരും എത്തുകയും ചെയ്യും. അത്തരത്തിലുള്ള എത്തുന്ന കർമ്മിമാരിൽ നിന്നാണ് ഇത്തരത്തിൽ GST കൂടി ഈടാക്കാൻ ഈ ദേവസ്വം ബോർഡിൻ്റെ നീക്കം നടത്തുന്നത്. അതും 18%-ലധികം GST ഈടാക്കണമെന്നൊരു വ്യവസ്ഥ കൂടിയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഇപ്പോൾ തന്നെ വ്യാപകമായി തുടങ്ങിയിരിക്കുന്നു. നാളെ കർക്കിടക വാവാണ്. ഇതിനോടനുബന്ധിച്ച് നമുക്കറിയാം, പല നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്തരത്തിൽ വാവ് ബലിതർപ്പണം ആചരിക്കുന്നുണ്ട്. കഴിഞ്ഞ മുൻകാലങ്ങളിലും ആചരിച്ചു വന്നിരുന്നു. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് ഈ വാവ് ബലിതർപ്പണത്തിലെത്തുന്ന ആ ഭക്തർക്ക് തർപ്പണം അതിൻ്റെ ഭംഗിയാവണ്ണം ആചാരവിധി പ്രകാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കി കൊടുക്കലാണ് ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം. ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവിധ ഇടങ്ങളിൽ നിന്നും പൂജാരിമാർ എത്തുകയും അവർക്ക് ചില സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അതിനാണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും GST കൂടി ഈടാക്കിക്കൊണ്ട് അവരിൽ നിന്നും പണം കൊള്ളയായി അടിക്കുവാനുള്ള നീക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിൻ്റെ ആ ഉത്തരവിൻ്റെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ പകർപ്പിൽ 18-ാമത്തെ ക്ലോസിലാണ് ഇത് പറയുന്നത്. 18-ാമത്തെ ക്ലോസിൽ പറയുന്നത് ഇത്തരത്തിൽ വാവ് ബലിതർപ്പണത്തിനും അതോടൊപ്പം തന്നെ പുള്ളുവൻ പാട്ടിനും GST ഈടാക്കണം. ഈ പുള്ളുവൻ പാട്ടിനും കുത്തക GST ഈടാക്കണം. കുത്തകകൾ എന്നൊരു പ്രയോഗം കൂടി പ്രയോഗിച്ചുകൊണ്ടാണ് GST ഈടാക്കണമെന്ന വ്യവസ്ഥ അതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തരെ കൊള്ളയടിക്കുന്ന ഒരു നിലപാടാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് ഇത്തരത്തിൽ ഈ ബലിതർപ്പണത്തിലെത്തുന്ന പൂജാരിമാരിൽ നിന്നുകൂടി പണം കൊള്ളയടിക്കാനുള്ള നീക്കം നടത്തുന്നത്. വർക്കർ പോലെയുള്ള ക്ഷേത്രങ്ങൾ, അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മറ്റ് പല ക്ഷേത്രങ്ങളിലും, തിരുവല്ലമടക്കമുള്ള ക്ഷേത്രങ്ങൾ, അതോടൊപ്പം തന്നെ തിരുമുല്ലവാരമടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം വാവ് ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കി കൊടുക്കാറുണ്ട്. ആ സൗകര്യമൊരുക്കി കൊടുക്കുന്നതിന് തന്നെ സ്ഥലവാടക എന്ന നിലയിൽ, തറവാടക എന്ന നിലയിൽ കൊള്ളയായിട്ടാണ് പണം അവർ പിരിക്കുന്നത്. അതിന് പുറമെയാണ് അതിൽ കൂടുതൽ GST കൂടി ഈടാക്കാനുള്ള നീക്കം സർക്കാർ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. സ്വാഭാവികമായും ഈ ക്ഷേത്രങ്ങൾ, അതായത് ഇത്തരത്തിൽ ബലിതർപ്പണം നടക്കുമ്പോൾ ആ ബലിതർപ്പണത്തിന് ആയിരക്കണക്കിന് ഭക്തരെത്തും. ആ ആയിരക്കണക്കിന് ഭക്തർ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് അവിടുത്തെ അർച്ചനയും ആരാധനയും അതോടൊപ്പം തന്നെ മറ്റു വഴിപാടുകളും തിലഹവനവും അടക്കമുള്ള വഴിപാടുകൾ നടത്തുകയും മറ്റു ദക്ഷിണകളിട്ടും കോടികൾ വരുമാനം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതിനൊക്കെ പുറമെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ബലിതർപ്പണത്തിലെത്തുന്ന പൂജാരിമാരിൽ നിന്നുകൂടി കൊള്ളലാഭം കൊയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സർവീസ് ടാക്സ് ഈടാക്കാനൊരു നീക്കം ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം ഈ രീതിയിൽ ഹൈന്ദവ സംഘടനകളെ, വിശ്വാസികളുടെ കൂട്ടായ്മകളെയൊക്കെ ഇത്തരത്തിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതിനും ബലിത്തറകൾ ഒരുക്കുന്നതിനുമൊക്കെയുള്ളൊരു വിലക്ക് ഏർപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് പോവുകയും പക്ഷേ അത് കോടതിയിൽ നിന്ന് ദേവസ്വം ബോർഡിന് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക്, അതായത് നിങ്ങളെ ഒഴിവാക്കാൻ, ഈ ഹൈന്ദവ സംഘടനകളെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഞങ്ങൾ നികുതി ഭാരം കൊണ്ടിടും എന്നുള്ളൊരു ഭീഷണി കൂടി ഇതിൻ്റെ പുറമെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ലേ പ്രശാന്ത്? പ്രജിത്ത്, തീർച്ചയായും അനിൽ വിളയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അതുതന്നെയാണ് നമുക്ക്
സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ പല ക്ഷേത്രങ്ങളിലും ഈ വാവ് കർക്കിടക വാവിനോടനുബന്ധിച്ച് ബലിതർപ്പണം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല ക്ഷേത്രങ്ങളിലും സമാനമായ തിരുവല്ലമായാലും അതോടൊപ്പം തന്നെ തിരുവല്ലം പോലെയുള്ള പരശുരാമ ക്ഷേത്രം, അതോടൊപ്പം തന്നെ തിരുവല്ലവാരം. ഏറ്റവും എടുത്തു പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ബലിതർപ്പണത്തിനായി എത്തുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വർക്കലയാണ്. വർക്കല ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം ഈ ഇത്തരത്തിൽ ബലിതർപ്പണത്തിനായി എത്തുന്നത്. അങ്ങനെ എത്തുന്ന ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം ബലിതർപ്പണം കൊണ്ട് തന്നെയുള്ള വരുമാനം, ഈ തർപ്പണത്തിലെത്തുന്ന ഭക്തർ നൽകുന്ന വഴിപാടായിട്ട് നൽകുന്ന പണം കൊണ്ടുള്ള വരുമാനം തന്നെ ലക്ഷങ്ങളാണ് ഒരു ദിവസം ദേവസ്വം ബോർഡിൽ ലഭിക്കുന്നത്. അതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ട് അവർക്ക് സേവ ചെയ്യാനെത്തുന്ന, പൂജ ചെയ്യാനെത്തുന്ന ആ പൂജാരിമാരിൽ നിന്നുകൂടി സർവീസ് ടാക്സ് എന്ന നിലയിൽ ഒരു 18% സർവീസ് ടാക്സ് കൂടി ഈടാക്കാനുള്ള ശ്രമം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നടപടി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിലെല്ലാം ഇത്തരത്തിൽ നടന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഒരു പൂജാരിമാർക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ, അതായത് പൂജാരിമാർക്ക് പൂജ ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. എന്നാൽ അങ്ങനെ ഒരുക്കി കൊടുക്കേണ്ടതെന്ന് അതിൽ നിന്നും വിരുദ്ധമായിട്ട് അവരിൽ നിന്നും കൂടുതൽ പണം ദേവസ്വം ബോർഡിലേക്ക് പിരിച്ചെടുക്കുക എന്നൊരു നീക്കമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇതുമൂലം ഉണ്ടാകുന്നത്.